എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നാളെയാണ് നമ്മുടെ ഖത്തറിലേക്കുള്ള ജോലിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. മികച്ചൊരു അവസരമാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എൻ്റെ വാട്സപ്പ് നമ്പർ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. ഖത്തറിലേക്കുള്ള വേക്കൻസി ഡ്രൈവർ വേക്കൻസിയാണ്. ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ മതി. ഒരു മികച്ച അവസരമാണ്. കാരണം ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ പോലെയുള്ള ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പീരിയൻസ്, അതായത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് GCCയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. പക്ഷേ സാലറി കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള സാലറി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാൻ യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു പോവാം. അതിനുശേഷം സാലറി മറ്റ് ഡീറ്റെയിൽസിലേക്കും കിടക്കാം. ഇതിൻ്റെ യോഗ്യതകൾ വരുന്നത് ഇതിൽ +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നതാണ്. +2 ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. SSLC ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നില്ല. കൂടാതെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. നിങ്ങൾ 5 വർഷം കഴിഞ്ഞിരിക്കണം. 5 വർഷം ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. 35 താഴെ പ്രായമുള്ള 25-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. കൂടാതെ മുസ്ലിം കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്നുള്ളതും ഇവിടെ നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ വരുന്നത്. ഇനി സാലറി കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ 1500 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. നിങ്ങൾക്ക് ഓവർ ടൈം കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പുറമെ, ഈ ഒരു ബേസിക് സാലറിക്ക് പുറമെ നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയും. കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 2 മാസം ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള സമയപരിധി വരും. അതായത് ഒരു മാസം മുതൽ 2 മാസം വരെ നിങ്ങൾ അവിടെ റൂമിൽ ഇരിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജോലിയിൽ കയറാൻ കഴിയില്ല. 2 മാസത്തിനകത്ത് നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾക്ക് കമ്പനി 300 ഖത്തർ റിയാൽ വെച്ചിട്ടായിരിക്കും തരിക. അതായത് ബേസിക് സാലറി ആയിട്ടുള്ള 1500 ഖത്തർ റിയാൽ നിങ്ങൾക്ക് കമ്പനി തരില്ല. ജോലിയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഈ ഒരു സാലറി കമ്പനി തരികയുള്ളൂ. ഈ ഒരു 2 മാസത്തെ കാലയളവിൽ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള കാലയളവിൽ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ക്ലാസ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു സമയത്ത് നടക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫുഡിനായിട്ടുള്ള 300 ഖത്തർ റിയാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു ഖത്തർ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും എടുത്തു തരിക. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും അതിനുണ്ടാവുകയില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ ഒരു ജോലിയിലേക്കുള്ള ഡീറ്റെയിൽസ് ആയി വരുന്നത്. ഇനി ഇന്റർവ്യൂ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആദ്യം ഡോക്യുമെന്റ് സെലക്ഷൻ ആണ് വരുന്നത്. അതായത് നിങ്ങളുടെ ഡ്രൈവിംഗ് വീഡിയോയും അതേപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് CV പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടേക്ക് അയച്ചു കൊടുക്കണം. ശേഷമായിരിക്കും ഇതിലേക്ക് ഇന്റർവ്യൂ ഉണ്ടാവുക. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zoom ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാലോ. അതുകൊണ്ട് തന്നെ വിസ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ. എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെയാണ് നിങ്ങൾ ഇവിടുന്ന് കയറുക. അതിൽ യാതൊരു സംശയമില്ല. വിസിറ്റിംഗ് വിസയിലോ മറ്റോ ആയിരിക്കില്ല. എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെയാണ് ഇവിടുന്ന് നിങ്ങൾ കയറുക. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോഴത്തെ ഗൾഫിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ എടുത്ത് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യമെല്ലാം കണക്കാക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന വേക്കൻസികളെല്ലാം ഫേക്ക് ആണോ ജെന്യൂൻ ആണോ? പല ഏജൻസികളും പല റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, അതൊക്കെ സത്യമാണോ? അതേപോലെ തന്നെ ഗൾഫിലുള്ള ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി പോകുമോ? നമുക്ക് ഇവിടുന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരിക. അല്ല ഇനി എല്ലാ കാലം ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ ജോലിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല, നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ജോലിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും, റിക്രൂട്ട്മെന്റ്സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പലരും സംശയങ്ങളായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായെല്ലാം ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ഫേക്ക് ന്യൂസ് ആണ് നമ്മുടെ തലക്ക് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ജോബ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട്, ജോലിയെക്കുറിച്ചിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമൻസായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാ കമൻസും നമ്മൾ ആൻസർ പറയേണ്ടതായിട്ടുള്ള എല്ലാ കമൻസും പിക്ക് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.